Okay, welcome again. In this class, we are discussing about capacitive transducer. Capacitive transducer, which we are using for measurement of displacement. Okay, we already know what is capacitor. Okay, then by definition of capacitive transducer, we can make the statement: it is a device which changes its capacitance with change in the physical phenomena to be measured. A capacitive transducer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a passive transducer. Passive transducer which means which require external energy source to function. The main transduction element, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻറ്റ് in the transducer of capacitor transducer is a capacitor. Generally, the capacitor we use is a parallel plate or cylindrical or angular capacitor. Mainly, they are used for measurement of linear displacement. Okay. Now, we will look into the operating principle of the capacitor, parallel plate capacitor, that we are shown here. The capacitance, general expression for a capacitor, which capacitance C with a plate area A separated by a distance D is termed as epsilon 0 epsilon r A by D. അതിൽ നമുക്ക് epsilon 0 എന്ന് പറയുന്നത് permittivity of the free space, that is 8.85 into 10 raised to minus 12 farad per meter. And epsilon r എന്ന് പറയുന്നത് the relativity അല്ലെങ്കിൽ relative permittivity of that dielectric material we used in the capacitor. അപ്പോൾ സാധാരണ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഒരു ടോപ്പ് പ്ലേറ്റ് ഉണ്ടാവും, ദെൻ അതിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം, ദെൻ അഗെയിൻ ഒരു ബോട്ടം പ്ലേറ്റ്. ഓക്കെ, ഈ നടുക്കിലുള്ള ഡൈഇലക്ട്രിക് മെറ്റീരിയലാണ് കപ്പാസിറ്റൻസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അതിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ 0. ഇത് നമുക്കിതിനെ കുറച്ച് ടേം ചെയ്യാം. ഇതിനെ ലെറ്റ് ദിസ് വിഡ്ത്ത് ടോപ്പ് പ്ലേറ്റിനും ഇതിന്, ദെൻ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിന് നമ്മൾ ഡി എന്ന് പറയുന്നു, അതാണ് ഡി. ദെൻ ഇത് ഈ ലെങ്ത് നമ്മൾ എൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഏരിയ ഡബ്ല്യു ഇൻറ്റു എൽ ആയി, ഡിസ്റ്റൻസ് ഡി ഇപ്പം മനസ്സിലായി. ദെൻ ഇവിടെയാണ് നമ്മൾ കപ്പാസിറ്ററിന് ചാർജ് എന്ന് വെച്ചാൽ കൊടുക്കുന്ന ടെർമിനൽസ്. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നൗ നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ദ കപ്പാസിറ്റൻസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ, കപ്പാസിറ്റർ ട്രാൻസ്ഡ്യൂസർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ that the capacitance can be varied by the following methods. How can we vary the capacitance? By varying the area of the plate. Increasing in area of the plate will result in increasing in the value of capacitance C. Then separation between the plate. C is inversely proportional to separation between plates, that is a small letter d. Then change in the dielectric material between the plates, that is epsilon. Change in distance between the plates, അല്ലെങ്കിൽ separation between the plates, change in the overlapping area A. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് C can be varied. ഓക്കെ, നൗ നമുക്ക് ഈ കപ്പാസിറ്റൻസ്, അതായത് ഈ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ മേ ബി കണക്റ്റഡ് for the measurement of different variables like displacement, force, pressure and many other factors. ഇത് സാധാരണഗതിയിൽ ഈ കപ്പാസിറ്റർ ദ എബവ് ചേഞ്ചസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പാസിറ്റീവ് ചേഞ്ചസ് അല്ലെങ്കിൽ മെഷറിംഗ് കപ്പാസിറ്റീവ് സർക്യൂട്ട് എവിടെ വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് മെഷർ ചെയ്യുന്നത്. ദ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ക്യാൻ ബി മെഷേർഡ് by a bridge circuit. Okay,
The output of a bridge circuit നമുക്കറിയാം ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു അൺനൗൺ കപ്പാസിറ്റൻസ് ഉണ്ടാവും. ആ 4 നൗൺ ആയിട്ടുള്ള ബ്രിഡ്ജ്. ഓക്കെ, അതിനകത്ത് ഈ കപ്പാസിറ്റൻസിൻ്റെ ഇമ്പിഡൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്ന് ഇമ്പിഡൻസ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് 1/2πfc ആണ് നമുക്ക് വേണ്ട ഫ്രീക്വൻസി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എങ്കിൽ ദ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എ കപ്പാസിറ്റൻസ്. നമുക്ക് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കപ്പാസിറ്റൻസ് ബിക്കോസ് 2πf നമ്മൾ സപ്ലൈ ഫ്രീക്വൻസി വിച്ച് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ദെർഫോർ ദ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് അതായത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ചേഞ്ച് ഇൻ ഫിസിക്കൽ വേരിയബിൾ റിസൾട്ട്സ് ഇൻ ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ എക്സി. അതായത് എക്സി മാറുന്നതിനനുസരിച്ചിട്ട് എക്സിയുടെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ ഏത് ഫിസിക്കൽ വേരിയബിൾ ആണോ മെഷർ ചെയ്യുന്നത്, അത് ഫോഴ്സ് ആണോ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ പ്രഷർ ആണോ എന്താണെങ്കിൽ അത് നമുക്ക് ഈ ബ്രിഡ്ജ് സർക്യൂട്ടിനകത്ത് എക്സിയുടെ വേരിയേഷൻ കണ്ടുപിടിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ generally the capacitive transducer is used for measurement of linear displacement. linear displacement നമ്മൾ മെഷർ ചെയ്യുന്നത് രണ്ട് ഇഫക്ട്സ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഡ്യൂ ടു ഓവർലാപ്പിംഗ് ഏരിയ ഓഫ് ദ പ്ലേറ്റ്. നമ്മൾ വി സോ ദാറ്റ് ദർ ആർ 2 plates, ബോട്ടം ആൻഡ് ടോപ്പ് പ്ലേറ്റ്. അതിൽ ഒരു പ്ലേറ്റ് നമ്മൾ ഫിക്സഡ് ആക്കും, മറ്റേ പ്ലേറ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് മൂവബിൾ ആക്കും. അപ്പോൾ ആ ഓവർലാപ്പിംഗ് ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള ഇഫക്റ്റീവ് ഓവർലാപ്പിംഗ് ഏരിയയിൽ വേരിയേഷൻ വരും. വി സോ ദാറ്റ് സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ. അപ്പോൾ ഈ ഓവർലാപ്പിംഗ് ഏരിയ വേരി ചെയ്യുമ്പോൾ കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും, അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും. അപ്പോൾ എക്സിയുടെ വാല്യൂ കുറയും. അതേമാതിരി കപ്പാസിറ്റൻസ് കുറയണമെന്നുണ്ടെങ്കിൽ നെറ്റ് ഓവർലാപ്പിംഗ് ഏരിയ കുറയണം. ഓക്കെ, അപ്പോൾ എക്സിയുടെ വാല്യൂ കൂടും. അതേമാതിരി രണ്ടാമത്തെ മെത്തേഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ചേഞ്ച് ഇൻ ദ കപ്പാസിറ്റൻസ് ഡ്യൂ ടു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. നമ്മൾ ഡി വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്മോൾ ലെറ്റർ ഡി വി സോ ദാറ്റ് ആ ഡി വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കപ്പാസിറ്റൻസ് വേരി ചെയ്യാം. കറസ്പോണ്ടിങ് ബ്രിഡ്ജ് സർക്യൂട്ടിലെ ഇമ്പിഡൻസിന് മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് capacitive transducer working on the principle of change of capacitance with the change of area. Okay, now we saw that നമുക്ക് അറിയാം 2 പ്ലേറ്റ് ഉണ്ട് അല്ലേ. അതിൽ ബോട്ടം പ്ലേറ്റ് ഇതാണ്, ടോപ്പ് പ്ലേറ്റ് നേരെ ജസ്റ്റ് പാരലലായിട്ടാണ് രണ്ടും ഇരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ബോട്ടം പ്ലേറ്റിനെ നമുക്ക് ഫിക്സഡ് പ്ലേറ്റ് ആക്കി വയ്ക്കാം, ഫിക്സഡ് പ്ലേറ്റ് ആക്കി. അപ്പോൾ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് രണ്ടിൻ്റെയും വിഡ്ത്താണ്, അത് രണ്ടും പാരലലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സെയിം ആയിരിക്കും. ദെൻ മൂവിങ് പ്ലേറ്റ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ചിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഇഫ് ഇറ്റ് ഈസ് മൂവ്സ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ഫിക്സഡ് പ്ലേറ്റ് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസിനെ എക്സ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ഏരിയയിലാണ് ഇത് രണ്ടുപേരും ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് ഏരിയ. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഓവർലാപ്പിംഗ് ഏരിയ കൂടും, ഇങ്ങോട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഓവർലാപ്പിംഗ് ഏരിയ കുറയും. അപ്പോൾ എക്ക് ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും, കപ്പാസിറ്റൻസ് ഇൻക്രീസസ്. റൈറ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കപ്പാസിറ്റർ ഇൻക്രീസസ് ആൻഡ് കപ്പാസിറ്റർ ഡിക്രീസസ്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് നെറ്റ് ഇഫക്റ്റീവ് ലെങ്ത് എൽ ആണ്. ഇപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത് എക്സ് ആണെങ്കിൽ ഡബ്ല്യു ഇൻറ്റു എക്സ് ആയിരിക്കും ഏരിയ. അപ്പോൾ സി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും, നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ട്, എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ എന്ന് പറയുന്നതിന് പകരം ഡബ്ല്യു എക്സ് ബൈ ഡി. ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. സെയിം മെത്തേഡ് തന്നെ നമുക്കൊരു ട്യൂബിനകത്ത് കൊണ്ടുവരാണ്. അതായത് ഒരു ഔട്ടർ ട്യൂബ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ട്യൂബ് ഫിക്സഡ് ആക്കി വെച്ചു, അതിൻ്റെ ഇടയിൽ മൂവ് ചെയ്യുന്നത് മൂവിങ് ട്യൂബ്. മൂവിങ് ട്യൂബ് ഉള്ളിലോട്ടോ പുറത്തോട്ടോ മൂവ് ചെയ്യാം. ഈ ഡയറക്ഷനിലോട്ട് പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് ഇഫക്റ്റീവ് ഏരിയ കുറയുന്നുണ്ട്, കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. അകത്തോട്ട് പോവുകയാണെങ്കിൽ രണ്ടും കൂടി വരുന്ന ഇഫക്റ്റീവ് ഏരിയ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഇഫക്റ്റീവ് ഏരിയ കൂടും. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ്
ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. നമുക്കപ്പോൾ സി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പുതിയ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഡബ്ല്യു എക്സ് ബൈ ഡി. ഓക്കെ, ഇത് തന്നെ റൊട്ടേറ്ററി മോഷന് നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാം. തൽക്കാലം ഇപ്പോൾ ദിസ് ഈസ് എക്സ്പ്രഷൻ വി ആർ യൂസിങ് ഫോർ ട്യൂബിൻ്റെ കേസിലാണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷൻ D2 D1 എന്ന് പറഞ്ഞാൽ D2 എന്ന് പറയുന്നത് ഔട്ടർ സിലിണ്ടറിൻ്റെ ഡയമീറ്ററും D1 എന്ന് പറയുന്നത് ഇന്നർ സിലിണ്ടറിൻ്റെ ഡയമീറ്ററുമാണ്. കോആക്സിയൽ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം ആക്സിസ് ആയിരിക്കും. സെയിം ആക്സിസിൽ ഡിഫറെൻറ്റ് ഡയമീറ്ററിലുള്ള സിലിണ്ടേഴ്സ്. ഇതാണ് കോആക്സിയൽ ട്യൂബ് അല്ലെങ്കിൽ കോആക്സിയൽ സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ ഇത് കംപ്ലീറ്റ് ഇമേഴ്സ്ഡ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റൻസ് കൂടുതലായിരിക്കും. ഇഫ് ദിസ് ഇന്നർ ട്യൂബ് കംസ് ഔട്ട് ഓഫ് ദ ഔട്ടർ ട്യൂബ് കപ്പാസിറ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിങ്ങിനനുസരിച്ച് സിയിലെ വേരിയേഷൻ വരുന്നത് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്രയാണ് ഇപ്പോഴത്തെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സെയിം മെത്തേഡ് തന്നെ നമ്മളൊരു ആംഗുലർ മെഷർമെൻറ്റിന് നമുക്ക് ഉപയോഗിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് വിത്ത് ചേഞ്ച് ഏരിയ, അതായത് ചേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് വിത്ത് ചേഞ്ച് ഇൻ ഏരിയ വി ക്യാൻ ഓൾസോ യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഫിക്സഡ് പ്ലേറ്റ് വയ്ക്കും. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫിക്സഡ് പ്ലേറ്റ് വെച്ചു. ദെൻ ഒരു മൂവബിൾ അല്ലെങ്കിൽ വേരിയബിൾ പ്ലേറ്റും വെച്ചു. സർക്കിളാണ്, ഹാഫ് സർക്കിളാണ്. ഇതതിൻ്റെ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് ആംഗിൾ തീറ്റ. അപ്പോൾ ഈ റെഡ് ഏരിയ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് മാക്സിമം ഇതുവരെ എത്തിക്കാൻ പറ്റും. രണ്ടും പാരലലായിട്ടിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് തിരിച്ച് ഇങ്ങോട്ട് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മൂവബിൾ പ്ലേറ്റും തീറ്റ ഇത് റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസ് ഇപ്പോൾ നമുക്ക് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ എ ബൈ ഡി എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് തീറ്റ r²/2 ഏരിയ. അപ്പോൾ ഈ തീറ്റ വാരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, കപ്പാസിറ്റൻസ് വാരി ചെയ്യും. ഇപ്പോൾ ഫിക്സഡ് ആണ് ഇത്. ഓരോ കേസ് പഠിച്ചാൽ മതി. നമ്മുടെ ലീനിയർ മെഷർമെൻറ്റിൻ്റെ മൂവബിൾ ആൻഡ് ഫിക്സ് ഇത് ഉള്ളത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ കോആക്സിയലിൽ പഠിച്ചാൽ മതി. ജസ്റ്റ് ഇൻ കേസ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് കപ്പാസിറ്റൻസ്. നമുക്ക് കപ്പാസിറ്റൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. കപ്പാസിറ്റൻസ് ഈസ് ഡയറക്റ്റ്ലി ടു അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ച ചിലത് ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്ത് സ്ട്രൈറ്റ് ലൈൻ പോകുന്നുണ്ടാവും, ചിലത് ഇവിടുന്ന്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് മിനിമം ആയിരിക്കുമ്പോൾ നമുക്കൊരു സി വാല്യൂ കിട്ടി എന്ന് വരില്ല. മാക്സിമം എത്തുമ്പോൾ കപ്പാസിറ്റൻസ് മാക്സിമം ആവും. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആവുന്ന സമയത്ത് കപ്പാസിറ്റൻസ് മാക്സിമം. അപ്പോൾ ജനറലി സ്ട്രൈറ്റ് ലൈൻ വരച്ചാലും പ്രോബ്ലം ഒന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ് capacitive transducer using change in distance between the plates. നമ്മൾ രണ്ട് പ്ലേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി. അപ്പോൾ ഡി കുറയുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റർ കൂടും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മൂവുന്നു. ഡി കുറയുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് കൂടും, ഡി കൂടുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് കുറയും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ can be also be designed to respond to linear displacement by attaching one of the plates of capacitor to the moving object and keeping the other plate fixed. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു മൂവിങ്
പ്ലേറ്റ് ആണ് ഒരു പ്ലേറ്റ്, മറ്റേ പ്ലേറ്റ് നമ്മൾ ഫിക്സഡ് പ്ലേറ്റ് ആയിട്ട് വെക്കും. അപ്പോൾ രണ്ട് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ് വേരി ചെയ്യുന്നത്. അതായത് ഇതാ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ മറ്റേ പ്ലേറ്റ് അതിൻ്റെ പാരലായിട്ട് തന്നെ ഇരിക്കും, ഇങ്ങോട്ടല്ല പോവുക, പകരം താഴോട്ടോ മുകളിലോട്ടോ ആണ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിന് ഏരിയയ്ക്കാണ് മാറ്റം വരിക, ഡിസ്റ്റൻസ് സെപ്പറേഷനാണ് മാറ്റം വരിക. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടത് ഏരിയയ്ക്കായിരുന്നു, അതിന് പകരം ഇപ്പോൾ ഡിയിലോട്ടായി മാറ്റം വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മിനിമം ആയിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും, കപ്പാസിറ്റർ മാക്സിമം. അതാണ് ഈ കർവിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കുന്ന സമയത്ത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് അല്ലെങ്കിൽ മാക്സിമത്തിലോട്ട് പോകും. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ലാർജ് അതെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കുന്ന സമയത്ത് കപ്പാസിറ്റൻസ് 0 ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. നമ്മൾ മിനിമം മാക്സിമം എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ എക്സ് എന്നാക്കാം. ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഹൈപ്പർബോളിക് കർവാണ് നമുക്കിവിടെ കിട്ടുക. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഈസ് എ ഹൈപ്പർബോളിക് കർവ്. ഓക്കെ, ഇത്രയും ആണ് രണ്ട് മെത്തേഡ് പറയുന്നത്. കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ട്രാൻസ്ഡ്യൂസർ പ്രഷർ മെഷർമെൻറ്റ് യൂസിങ് കപ്പാസിറ്റർ ട്രാൻസ്ഡ്യൂസർ യൂസിങ് ഡിഫറൻഷ്യൽ മെത്തേഡ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്, നമ്മൾ പഠിക്കേണ്ട സർക്യൂട്ട്. ഇവിടെ ഒരു ഡയഫ്രം, സെൻസിങ് ഡയഫ്രം. ഇവിടെ നമുക്ക് 3 ഔട്ട്പുട്ട് ടെർമിനൽ കാണാം. അതിനകത്ത് 1, 2, 3 എന്ന് ഞാൻ ടൈം ചെയ്തു. ഇതിനകത്ത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു പ്രഷറിനനുസരിച്ച് നമുക്ക് ഇവിടെ വരുന്ന ഈ പ്രഷറിനനുസരിച്ച് ഇത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യാം. അപ്പോൾ ഈ 1നും ഈ മൂവ് ചെയ്യുന്ന 2വിനും ഇടയിലുള്ള കപ്പാസിറ്റൻസിന് മാറ്റം വരും. അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് നമ്മൾ E1 എന്ന് പറഞ്ഞു. അതേമാതിരി 2വിനും 3ക്കും 3 എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടാണ് ഇരിക്കുക. 2 മാറുന്നതിനനുസരിച്ച് 2വിനും 3ക്കും ഇടയിലുള്ള വോൾട്ടേജ് E2 മാറും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് E1 മൈനസ് E2, അത് വോൾട്ടേജ് എത്രയാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ എത്ര പ്രഷർ എന്ന് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഡയഗ്രാം ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ വി ഗോ ബാക്ക് ടു ദ പ്രീവിയസ് സ്ലൈഡ്സ് ഫോർ ദ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് പറഞ്ഞ 1, ഇത് 2, ഇത് നമ്മൾ പറഞ്ഞ 3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 1നും 2വിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് E1, അതിൻ്റെ കപ്പാസിറ്റൻസ് C2. ഇതിനകത്ത് കപ്പാസിറ്റീവ് മീഡിയം ഉണ്ട്. ഇതിനകത്ത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് മാറുന്നതിനനുസരിച്ചിട്ടാണ് കപ്പാസിറ്റൻസ് മാറുന്നത്. ഇവിടെ C2. ഓക്കെ, അതിൻ്റെ വോൾട്ടേജ് E2. അപ്പോൾ നമുക്ക് ജനറലി ഇത് പൊസിഷൻ, ഈ ഒരു പൊസിഷൻ ഇപ്പോൾ നോട്ട് ചെയ്തിട്ടുള്ള പൊസിഷനിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മാറാം. ഡയഫ്രാണ് പ്രഷറിനനുസരിച്ചിട്ട് മാറ്റം വരും. ഓക്കെ, ജനറൽ കേസിൽ നമ്മൾ വോൾട്ടേജ് അക്രോസ് E1, 1നും 2വിനും ഇടയിലുള്ള വോൾട്ടേജ് E1 എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്രയാണോ E/2 എന്ന് പറയുന്നു. നമ്മൾ കൊടുക്കുന്ന കപ്പാസിറ്ററിലോട്ട് കൊടുക്കുന്ന 2 പ്ലേറ്റിന് അക്രോസ് കൊടുക്കുന്ന വോൾട്ടേജാണ് E എന്ന് പറയുന്നത്. അപ്പോൾ E കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതിന് അക്രോസ് മൊത്തം വോൾട്ടേജ് E കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ E/2 എന്ന് കിട്ടും. പക്ഷേ ഇത് മാറുന്നതിനനുസരിച്ചിട്ട് E1ലും E2ലും ചെറിയ മാറ്റം വരും. അപ്പോൾ സാധാരണ E1 മൈനസ് E2 എന്ന് നമുക്ക് 0 ആയിട്ടാണ് കിട്ടുന്നത്. ഡെൽറ്റ E ഈസ് ഈക്വൽ ടു E1 മൈനസ് E2, ദാറ്റ് ഈസ് 0. ദെൻ ഇപ്പോൾ ഒരു പ്രഷർ കാരണം നമ്മളവിടെ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് മൂവ് ചെയ്തു, നടുക്കിലുള്ള മൂവബിൾ പ്ലേറ്റ്. അപ്പോൾ നമ്മൾക്ക് അതിനകത്ത് കപ്പാസിറ്റൻസിൽ വാല്യൂ മാറ്റം വന്നു. C1 ഇസ് ഈക്വൽ ടു നേരത്തെ എപ്സിലോൺ എ ബൈ ഡി എന്നുണ്ടായിരുന്നത് എപ്സിലോൺ ഡി മൈനസ് എക്സും മറ്റേത് ഡി പ്ലസ് എക്സും ആയിട്ട് മാറി. ആ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ E1ലും E2ലും കറസ്പോണ്ടിങ് ചേഞ്ച് വന്നു. അത് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടി, ഡിറൈവ് ചെയ്ത് ഈ ഒരു വാല്യൂ കിട്ടും. ദെൻ E1 മൈനസ് E2 നമുക്ക് നേരത്തെ 0 എന്നുള്ളത് മാറി എക്സ് ബൈ ഡി ഇൻറ്റു ഇ ആണ് നമുക്കിപ്പോൾ കിട്ടിയ വോൾട്ടേജ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, ഇപ്പോൾ വന്ന ഡിസ്റ്റൻസ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടും തമ്മിലുണ്ടായിരുന്നത്. ഇ എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ വരുന്ന ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ
ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ദെൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റിയുടെ എക്സ്പ്രഷൻ, അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ ഈ ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രഷർ മെഷർമെൻറ്റിനകത്ത് വരുന്നത്. ഇതിലൊന്നും കൂടി ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അത് ഡിഫറൻഷ്യൽ ചെയ്ത ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണോ അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. ഇത് നമുക്ക് ഡയഫ്രത്തിന് പ്രഷർ വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന പൊസിഷനിൽ നിന്ന് നേരെ മറിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലോട്ട് പോവണ്ട. നമുക്ക് സിലബസിൽ ചോദിച്ചിട്ടുള്ളത് യൂസിങ് ഡിഫറൻഷ്യൽ മെത്തേഡാണ്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ മെത്തേഡും അതിൻ്റെ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഡിഫറൻഷ്യൽ മെത്തേഡിൻ്റെ അതിൻ്റെ ജനറൽ ഡയഗ്രാം കൂടി ഇവിടെ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത്. അപ്പോൾ ഇത് വരയ്ക്കുക. അതിനുശേഷം മറ്റേ ഈക്വലൻ്റ് ഡയഗ്രാം വരയ്ക്കുക. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും വെൻ മൂവബിൾ പ്ലേറ്റ് ഡിയിൽ ഇരുന്ന സമയത്ത്. ദെൻ അതൊരു എക്സ് ഡിസ്റ്റൻസിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഇ നമുക്ക് കണ്ടുപിടിച്ചു. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ x/d ഇൻറ്റു അപ്ലൈഡ് വോൾട്ടേജ് ഇ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി എഴുതുക. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ.